എന്തായാലും അവളുടെ ആ സൂക്കേടിനൊരു ശകല ശമനം വന്നു കാണും, ആശ്വാസം വന്നു കാണും. ഒരുത്തനെ കൊന്നു കഴിവേറ്റിയല്ലോ. ഇപ്പം ബസ് നേരിട്ട ലൈംഗിക അതിക്രമം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ആവുകയും ചുറ്റുവട്ടത്തുള്ളവർ നാട്ടിലുള്ളവരൊക്കെ വേറൊരു കണ്ണിൽ നോക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം മനസ്സാവാച അറിയാത്ത കേസായതുകൊണ്ടാണല്ലോ അവനത് ആ നോട്ടവും ആൾക്കാരുടെ അങ്ങനെയൊക്കെ ഉള്ളൊരു. ഇപ്പം നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടെന്ന് ഇപ്പം അറിഞ്ഞ കേസല്ലേ പോലും, സത്യമല്ലേ പോലും, സത്യമാണെന്ന് വിശ്വസിച്ച് ആ രീതിയിലായിരിക്കും പിന്നെ പെരുമാറുന്നത്. അല്ലെ കാണുമ്പോൾ ഉള്ള നോട്ടമൊക്കെ അങ്ങനെയായിരിക്കും. ഇതൊക്കെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കാം അവനങ്ങനെ ഒരു പണി കാണിച്ചത്. എന്തായാലും അവളുടെ സൂക്കേടിന് കുറച്ച് ശമനം കിട്ടിക്കാണും ഇപ്പം. ഇതൊരു പുതിയ പരിപാടിയല്ലേ, പുതിയ ട്രെൻഡായത്. ട്രെൻഡ് നോക്കി പോയതാണ്. ഒരുത്തനെ കൊന്നു കുഴിച്ചും കൂടി ഇപ്പം തീരുമാനമായിട്ടുണ്ടാവുള്ളൂ. ഇപ്പം സോഷ്യൽ മീഡിയയിലും വാർത്തയിലൊക്കെ പറഞ്ഞു കേട്ടു നടപടി ഉണ്ടാകും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഒരപ്പനും അമ്മയും മേലാത്തൊരപ്പനും അമ്മയും ഉണ്ട്, അല്ലാതെ വേറെ ആരുമില്ല. ഈ പറയുന്ന കൂട്ടുകാരൊക്കെ 2 ദിവസത്തേക്ക് ഇതിലൊരു ചൂട് കാണുമായിരിക്കും. അത് കഴിഞ്ഞാൽ ഇത് തീർന്നു. പോയത് അവന് പോയി, അവൻ്റെ അപ്പനും അമ്മയ്ക്കും പോയി, അല്ലാണ്ട് വേറെ ആർക്കുമില്ല. അവൾ നാളെ ഇതേ ക്യാമറയായിട്ട് അടുത്ത കോപ്പുമായിട്ട് ഇറങ്ങും. ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ പൂട്ടിപ്പോയല്ലോ. അപ്പോൾ ഇനി പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി റീച്ചുണ്ടാക്കി ഇതുപോലെ അടുത്ത ഒരുത്തനെ തീർത്തെടുക്കട്ടെ. അവൾ വീണ്ടും ഇറങ്ങും. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക, അല്ലാണ്ട് ഇതിനകത്ത് വേറെ ചെയ്യാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല കേസ് ഇതിലെ ഒരു എന്നാ വരുന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്നാൽ ഒരു കാര്യം തീരുമാനമായി, അവളുടെ സൂക്കേടിന് ഒരു ചെറിയ ആശ്വാസം കിട്ടിക്കാണും ഇപ്പം.